ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല. ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളത് പറഞ്ഞത്? ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ വിഷ്വലുകൾ, ഫൂട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ. അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ, അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ്? ശ്രീ ബൈജുവിനോട് പറയാനുള്ളത്, ബൈജു റൂറൽ SP പണി ചെയ്താൽ മതി. CPM ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ CPM ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളൂ. അതല്ല, ശ്രീ ബൈജുവും CPM ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ CPM നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് IPS കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിൻ്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പിൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട. ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും UDFൻ്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കി കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ. അയ്യപ്പൻ്റെ പൊന്നിൽ പൊതിഞ്ഞ, സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെയാണ്? അതാർക്കാണ് ഇവർ വിറ്റത്? എത്ര കോടിക്കാണ് വിറ്റത്? അയ്യപ്പൻ്റെ പൊന്ന് കട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. CPM പോലീസ് അതിക്രമങ്ങളൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുമ്പം എനിക്ക് സഹതാപം മാത്രമാണ്. ഒരു വശത്ത് സഖാവ് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവൻ ശ്രീ പുഷ്പന് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ പരിക്കു പറ്റുന്നതും ചോര വരുന്നതിനെയൊക്കെ പരിഹസിക്കുമ്പോൾ തിരിച്ചാരെങ്കിലും അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ, എന്തായാലും ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം തിരിച്ച് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഏതെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് ആരെങ്കിലും തിരിച്ചത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവരെന്ത് മറുപടിയാണ് പറയുന്നത്? പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ന്യായീകരിക്കുന്നത്? അയ്യപ്പൻ്റെ പൊന്ന് കെട്ടത് മറയ്ക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെറുതെയാണ്. ഈ നാട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ആശുപത്രിയിലേക്ക് കയറുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ നടത്തിയ ലാസ്റ്റ് പ്രതികരണം എന്താ? അദ്ദേഹത്തിനെ തച്ചതിനെ പറ്റിയിട്ടല്ലല്ലോ പ്രതികരിച്ചത്, അദ്ദേഹത്തിനെ തച്ച് ആശുപത്രിയിലാക്കിയതിനെ പറ്റിയല്ലോ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. അയ്യൻ്റെ പൊന്ന് കട്ടത് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിക്കുകയായിരുന്നു. അതെ, ഷാഫി പറമ്പിലിനെ ആശുപത്രിയിലെത്തി കണ്ടതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറയ്ക്കാനാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.